എല്ലാവർക്കും എന്റെ നമസ്കാരം. ഓം ശ്രീ ഗുരുഭ്യോ നമ, ഓം ശ്രീ ഋഷിഭ്യോ നമ, ഓം ശ്രീ പരമഋഷിഭ്യോ നമ, ഓം ശ്രീ പരാശക്തിയൈ നമ. ഋഗ്വേദത്തിലെ അഗ്നിമന്ത്രമാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഇളാ സരസ്വതീമഹി തിസ്രോ ദേവേർമയോ ഭുവ ബഹ്രിസീദന്വസ്രിധ. ഇതാണ് മന്ത്രം. അന്വയം: മയ ഭുവ അശ്രിത ഇളാ സരസ്വതീമഹി തിസ്രദേവി വേദ്യാമസ്തീർണം ബർഹിസീദന്തു. അത്ര മഹീശബ്ദം ഭാരതീമാജഷ്ടേ. മഹീശബ്ദം ഭാരതി എന്ന വാക്കിനെ സൂചിപ്പിക്കുന്നു. മഹീ ഭാരതി. മയഭുവ ശാരീരികവും മാനസികവുമായിട്ടുള്ള സുഖത്തെ തരുന്നതായിട്ടുള്ള അശ്രിത ഒരിക്കലും ക്ഷയിക്കാത്ത ഇളാ സരസ്വതി മഹി. ഇള, സരസ്വതി, ഭാരതി എന്നീ പേരുകളോടുകൂടിയിട്ടുള്ളതായ അഗ്നിമൂർത്തികൾ തിസ്രദേവി, 3 പ്രകാശമൂർത്തികളായിട്ടുള്ള അഗ്നിദേവതകൾ ബർഹിസീദന്തു, ഞങ്ങളുടെ യാഗവേദിയിൽ വിരിച്ചിട്ടുള്ളതായ ദർഭവിരിപ്പിൽ ഇരുന്നാലും. അർത്ഥം: സുഖമരുളുന്ന, മനസ്സിനും ശരീരത്തിനും സുഖമരുളുന്നതായ, ഒരിക്കലും ക്ഷയിക്കാത്ത ഇള, സരസ്വതി, ഭാരതി എന്നീ പേരുകളോടുകൂടിയിട്ടുള്ളതായ അഗ്നിമൂർത്തികൾ. ആ അഗ്നിമൂർത്തികൾ പ്രകാശവതികളാണ്. ജ്വലിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള ആ അഗ്നിമൂർത്തികളെ, പ്രകാശവതികളെ യാഗവേദിയിൽ വിരിച്ച ദർഭവിരിപ്പിലേക്ക് ആസനസ്ഥരാകാൻ വേണ്ടിയിട്ട്, ദർഭവിരിപ്പിൽ ഇരിക്കാനായിട്ട് ഋത്വിക്ക് ആഹ്വാനം ചെയ്യുന്നു, ക്ഷണിക്കുന്നു, സ്വാഗതം ചെയ്യുന്നു. ഇതാണ് ഈ മന്ത്രത്തിന്റെ സാരം. എന്താണത്? സുഖമരുളുന്ന, ശരീരത്തിനും മനസ്സിനും സുഖം തരുന്നതായ, ഒരിക്കലും ക്ഷയിക്കാത്ത അഗ്നി. ആ അഗ്നിയുടെ 3 പേരുകളാണ്, അഗ്നിസ്വരൂപത്തിന്റെ 3 പേരുകളാണ് ഇള, സരസ്വതി, ഭാരതി. അങ്ങനെ 3 അഗ്നിമൂർത്തികളായ പ്രകാശവതികളായിട്ടുള്ള അഗ്നിമൂർത്തികളെ നിങ്ങളെ ഞങ്ങൾ യാഗവേദിയിൽ വിരിച്ച ദർഭവിരിപ്പിലേക്ക് ആസനസ്ഥരാകാൻ വേണ്ടി ക്ഷണിക്കുകയാണ്. ഇതാണ് ഈ മന്ത്രത്തിന്റെ സാരം. ഈ രംഗം ഇവിടെ അവസാനിക്കുന്നു. വീണ്ടും കാണാം. നമസ്കാരം.